വിക്രത്തെ കെട്ടിപ്പിടിച്ച് വേദ. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വരുന്നുണ്ട് നമ്മുടെ വിക്രത്തിന് വേദയെ ഒരു തവണ കാണാൻ, ഒരു നോക്ക് കാണാൻ. അതായത് വിക്രത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേദ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. വിക്രത്തിൻ്റെ കണ്ണിൽ മുൻപിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ തൻ്റെ ആ രഹസ്യം മനസ്സിലാക്കും, തിരിച്ചറിയും. താൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പലരും പല ശ്രമങ്ങളും നടത്തുമെന്നുള്ളൊരു ബോധ്യം വേദയ്ക്കുള്ളത് കൊണ്ട് വേദ മറഞ്ഞിരിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ വേദ വരാത്തതിൻ്റെ വിഷമം, തന്നെ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ടും എന്തുകൊണ്ട് വേദ വന്നില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്ന വിക്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സാഹചര്യത്തിലും അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കാനായിട്ട് വിക്രം ഒരുക്കമല്ല. അതായത് വിക്രമാണെങ്കിൽ അവരോട് വേദയെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല വേദനിപ്പിക്കാനായിട്ട്. ഇതേ സമയം വേദയാണെങ്കിൽ അവിടെ തൻ്റെ ജോലികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. എന്നിരുന്നാലും വിക്രത്തെ കാണണമെന്ന ആഗ്രഹം വേദയുടെ മനസ്സിലുണ്ട് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വേദ പതിയെ വൈകിയാണെങ്കിലും വിക്രമിനരികിലേക്ക് വരാനായിട്ട് കൊതിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ഒടുവിലതാ വേദ വന്നെത്തുന്ന മുഹൂർത്തമാണ്. വിക്രത്തെ കണ്ടതും വേദ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിക്രം അപ്പോഴും വേദയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നീ ഇത്രയും നാൾ എൻ്റെ മുൻപിലേക്ക് വന്നില്ല എന്നിട്ടോ. വളരെ സംഭവബഹുലമായ ഒരു എപ്പിസോഡിന് തുടക്കം കുറിക്കും.